ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ജോജോ അച്ഛൻ, ഷമാശൻ, സ്നേഹമുള്ളവരെ, എല്ലാവർക്കും നമ്മുടെ കർത്താവും മിശിഹാതമ്പുരാനുമായ യേശുവിൻ്റെ ഉയിർപ്പിൻ്റെ, മിശിഹാതമ്പുരാൻ്റെ ഉയിർപ്പിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മയും സമാധാനവും സ്നേഹവും ഈ അവസരത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ്. ഡേവിഡ് ഹീമാൻ്റെ ജർമ്മൻ ഫിലിം മേക്കറാണ്. ഒരു ഷോർട്ട് ഫിലിമുണ്ട്. ഇംഗ്ലണ്ടിലെ ഒരു സ്ട്രീറ്റിൽ ഒരു ആർട്ട് ഗാലറിയിലേട്ട് നോക്കി നിൽക്കുന്ന ഒരു മധ്യവയസ്കൻ. അദ്ദേഹത്തിൻ്റെ നോട്ടം മുഴുവൻ ആ ഗാലറിയിലെ ഒരു ചിത്രത്തിലാണ്. ആ ചിത്രം ഒരു ക്രൂശിത രൂപമായിരുന്നു. ഒരു കുട്ടിയും, ആ കുട്ടി ഒരു നീഗ്രോ പെൺകുട്ടിയാണ്, അടുത്ത് നിന്ന് ഈ ചിത്രത്തെ ശ്രദ്ധിക്കുന്നത് ആ മനുഷ്യനിങ്ങനെ കാണുന്നുണ്ട്. ഈ മനുഷ്യനോട് ആ പെൺകുട്ടി പറഞ്ഞു, ആ ക്രൂശിൽ കിടക്കുന്നത് നസ്രയനായ ക്രിസ്തുവാണ്. നന്മ മാത്രം പറഞ്ഞും പഠിപ്പിച്ചും പ്രവർത്തിച്ചും നടന്ന ഒരാൾ. എൻ്റെ ഗ്രാൻഡ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ള ഒരാളായിരുന്നു ഇസ്രായേലിൽ ജീവിച്ച ഈ മനുഷ്യൻ. കുറച്ചു കാലമേ ജീവിച്ചുള്ളൂ. ഈ കുഞ്ഞു പറയാണ്, അസൂയ കൊണ്ട മനുഷ്യർ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു. പെൺകുട്ടിയും ഈ മനുഷ്യനും പിരിഞ്ഞു. അങ്ങനെയാണ് സ്ക്രീനിൽ കാണുന്നത്. മുന്നോട്ട് നടക്കുന്ന ഈ മനുഷ്യൻ പുറകിൽ നിന്നൊരു വലിയ വിളി കേൾക്കുകയാണ്. അങ്കിൾ, അങ്കിൾ, അങ്കിൾ എന്ന് ഉറക്കെ വിളിക്കുകയാണ്. ഈ പെൺകുട്ടി പുറകെ ഓടി വരികയാണ്. ഞാനൊരു കാര്യം പറയാനും കൂടെ മറന്നുപോയി. അങ്ങനെ അവർ കൊന്നുകളഞ്ഞു. എങ്കിലും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു, തൻ്റെ ഡിസൈപ്പിൾസിനെ കാണപ്പെട്ടു. അക്കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. അങ്കിൾ, വെരി സോറി. ആ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ പെൺകുട്ടി, നീഗ്രോ പെൺകുട്ടി ഉറക്കെ വിളിച്ചു പറഞ്ഞു. മരണം തോറ്റ ദിനമാണ്. ക്രിസ്തുവിനെ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചെങ്കിൽ ക്രിസ്തു ഇല്ലാതിരുന്ന സ്ഥലത്തും ക്രിസ്തു ഉണ്ടായ ദിനമാണ് ഈസ്റ്റർ. നമുക്കറിയാം, ശൂന്യത പലപ്പോഴും നമുക്ക് നിരാശയാണ്, നിരർത്ഥകതയാണ്, പ്രതീക്ഷ ഇല്ലാതെ ആകാറുണ്ട്. ശൂന്യത ഒരു അർത്ഥമില്ലായ്മയുടെ പ്രതീകമാണ്. എന്നാൽ ഒരു കല്ലറയുടെ ശൂന്യത ലോകത്തിന് മുഴുവനും പ്രതീക്ഷയും പ്രത്യാശയും നൽകി എന്ന് കാണാൻ കഴിയും. എല്ലാ ഇല്ലായ്മകളും നിരാശപ്പെടാനുള്ളതല്ലെന്ന് കൂടെ പഠിപ്പിക്കുന്ന ഒരു ദിനമാണ് ഈസ്റ്റർ. ലോകത്തിലെ ഒരുപാട് കല്ലറകൾ തീർത്ഥാടന കേന്ദ്രങ്ങളായി നമുക്ക് കാണാം. ഇപ്പം ഞാൻ ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഗാന്ധിജിയുടെ കല്ലറ രാജ്ഘട്ടിലാണ്. നിങ്ങൾ ഒരുപക്ഷെ അവിടെ വന്നിട്ടുണ്ടാകാം. ലോക നേതാക്കളെല്ലാം ഗാന്ധിജിയുടെ കല്ലറ സന്ദർശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കബറിടങ്ങളുണ്ട് നിരീശ്വരവാദികളായ ആളുകളുടെ. കാൾ മാർക്സ്, നീഷെ, അങ്ങനെ തുടങ്ങിയിട്ട് ഒത്തിരി കല്ലറകൾ വിവിധ ഇടങ്ങളിലുണ്ട്. ഖലീൽ ജിബ്രാൻ, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുടെ കല്ലറ. ആ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ തുറന്നു കിടക്കുന്ന ഒരേ ഒരു കല്ലറയുള്ളൂ, തുറന്നൊരു കല്ലറയുള്ളൂ. അത് യേശുവമ്പുരാൻ്റെതാണ്. കല്ലറ തേടുന്ന സ്ത്രീകളുടെ കഥ പറഞ്ഞുകൊണ്ടാണ് 4 സുവിശേഷങ്ങളും ഉദ്ധാനത്തിൻ്റെ വിവരണം ആരംഭിക്കുന്നത്. അവിടെ പറയുന്ന അവരുടെ മുഖം മ്ലാനമായിരുന്നു, സ്വരം ഇല്ലാതായിപ്പോയി, മൗനത്തോളം എത്തി. ഭയം അവരെ പിടിച്ചിരുന്നു. എന്നാലും കല്ലറയോളം എത്താൻ അവർക്ക് തമ്പുരാനോട് അത്രയും സ്നേഹമുണ്ടായിരുന്നു ആ സ്ത്രീകൾക്ക്. പുരുഷന്മാരെല്ലാം ഭയചകിതരായി മാറിയപ്പോൾ അസാമാന്യ ധൈര്യശാലികളായി സ്ത്രീകൾ മാറുകയാണ്. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, ക്രിസ്തുവിനോടുള്ള അവരുടെ സ്നേഹം. സ്നേഹം വല്ലാത്ത ധൈര്യം നൽകുന്നതാണ്. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനായിട്ട് സ്നേഹത്തിന് കഴിയും എന്ന് ചരിത്രം നമ്മളെപ്പോഴും സാക്ഷിച്ചിട്ടുണ്ട്. ദൈവത്തെ തേടാൻ, പള്ളിയിൽ പോകാൻ നാം നിരത്തുന്ന അടിസ്ഥാനരഹിതമായ എത്രയോ കാര്യങ്ങളാണ് ഉള്ളത്. തിരക്കാണ്, വണ്ടിയില്ല, അങ്ങനെ പലതും. പക്ഷേ ദൈവസ്നേഹം ഇരുട്ടിലും ഭയത്തിലും അന്താളിപ്പിലും അവരെ കല്ലറ വരെ എത്തിച്ചു എന്ന് കാണാൻ കഴിയും. അവർ കണ്ടതെന്താണ്? തുറന്നു കിടക്കുന്ന കല്ലറയാണ് കണ്ടത്. അത് പരിഭ്രമിച്ചു. ഉദ്ധിതൻ ശക്തി വെളിപ്പെടുത്തിയപ്പോൾ എല്ലാം തലകീഴായി വീണു. അതുവരെ കാവൽക്കാർ ശക്തരായിരുന്നു. പീലാത്തോസിൻ്റെയും കയ്യാഫായുടെയും കൽപ്പനകൾക്ക് ശക്തി ഉണ്ടായിരുന്നു. അത് അവസാന വാക്കായിരുന്നു. എന്നാൽ ഇപ്പോൾ സത്യം ഉദ്ധിതനായ ക്രിസ്തു മാത്രമാണ്.
കല്ലറയ്ക്കപ്പുറത്തേക്ക് കണ്ണു തുറക്കണം എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തകർച്ചയുടെ സ്മാരകങ്ങളിൽ വിളക്ക് വയ്ക്കാനല്ല, മുന്നോട്ടോടണം എന്ന് ഈ സ്ത്രീകൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മുന്നോട്ട് നമുക്ക് ആയണം, ഓടണം. മാലാഖ പറഞ്ഞു, ഇവിടെ ഇല്ല. ഉയർത്തെഴുന്നേറ്റ് മരിച്ചവനായി ഇരുന്നവൻ ജീവനുള്ളവനായി. പഴയത് കടന്നുപോയി. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 3-ാം വാക്യം വളരെ ശക്തമായി നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. മാലാഖയുടെ വസ്ത്രത്തെക്കുറിച്ച് പറയുന്ന വിവരണം മിന്നൽ പിണർ എന്നാണ്. അങ്ങനെ ഒരു വസ്ത്രം കണ്ടു. ഈ ഭൂമിയിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന് മിന്നൽ പിണർ, മറ്റൊന്ന് മഞ്ഞുതുള്ളി. രണ്ട് വിരുദ്ധ ധ്രുവങ്ങളിലുള്ളതാണ്. ഒരുപക്ഷെ അതിൻ്റെ സവിശേഷത രണ്ടും പരിശുദ്ധിയുടെ പ്രതീകങ്ങളാണ്. അതിന് ഗതകാലമില്ല, പാസ്റ്റ് ഇല്ല, പ്രസന്റ് മാത്രം. അപ്പം ജീവിക്കുകയാണ്. ഗതകാലത്ത് ജീവിക്കുന്നവർക്ക് ഉത്ഥാനമില്ലെന്ന് കാണാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ആദ്യം അനുഭവിച്ച മറിയാമിൻ്റെ ഓട്ടം വളരെയധികം ശ്രദ്ധേയമാണ്. അവൾ ആദ്യം ഓടുന്നത് എങ്ങോട്ടാണ്? കല്ലറയിലേക്ക് തിടുക്കത്തിൽ ഓടി വരുന്നുണ്ട് മറിയം. ശൂന്യമായ കല്ലറ കണ്ടപ്പോൾ അവൾ അമ്പരന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ഓടിപ്പോകുന്നുണ്ട്. ആരെങ്കിലും എടുത്തുകൊണ്ട് പോയോ എന്നറിയാൻ. വീണ്ടും അപ്പോസ്തലന്മാരുടെ കൂടെ കല്ലറയിലേക്ക് തിരിച്ചു ഓടി വരുന്നുണ്ട്. വീണ്ടും ഉദ്ധിതനെ കണ്ടപ്പോൾ അപ്പോസ്തലന്മാരുടെ അടുക്കിലേക്ക് പിന്നെയും ഓടുന്നുണ്ട്. 2-3 വട്ടം അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. നിരാശയോടെ ഇരുന്നവൾ സന്തോഷ വാർത്തയുടെ സന്ദേഹവാഹകയായി മാറുന്നുണ്ട്. ക്രിസ്തുവിനോടുള്ള സ്നേഹം ഇരുട്ട് മാറ്റി മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും. ദൈവമക്കളെ, ഈ കാലം പ്രതിസന്ധിയുടെ കാലമാണ്. നിരാശയുടെയും വേദനയുടെയും കാലമാണ്. ഇനി മുന്നോട്ട് നമ്മൾ എങ്ങനെ പോകുന്നൊക്കെ വലിയ വേദനകൾ നമുക്കുണ്ട്. ഒരു ശൂന്യതയും ഇരുട്ടൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ക്രിസ്തുവിനോടുള്ള സ്നേഹം മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഇരുട്ട് മാറ്റും എന്ന് നാം വിചാരിക്കണം. ഉയർപ്പിൽ 3 കാര്യങ്ങൾ പ്രധാനമാണ്. ഒന്ന്, തിന്മയുടെ വിജയം താൽക്കാലികമാണ്. ഏറിയാൽ 3 ദിവസം. ക്രൂശിക്കാൻ 3 ദിവസമേ പറ്റുകയുള്ളൂ. 3-ാം നാൾ എഴുന്നേൽക്കും. എല്ലാം അവസാനിച്ചു എന്ന് കരുതുന്നിടത്തുനിന്ന് പുതിയ തുടക്കം ഉണ്ടാകും. എത്ര പൂട്ടിവെച്ചാലും സത്യം പുറത്തു വരും. ആഴ്ചയുടെ ആദ്യ ദിനമായ ന്യായദിനം യേശുവിനെ കണ്ടുമുട്ടാനുള്ള മാർഗമാണ്. അത് വിശുദ്ധ കുർബാനയാണ്. അതുകൊണ്ട് അതിൽ നമ്മൾ മാറി നിൽക്കരുത്. സഭയുടെ ശത്രുക്കൾ കല്ലുരുട്ടി വെച്ച് അതെല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഈ കാലത്ത് ഈസ്റ്ററിന് വളരെയധികം പ്രസക്തിയുണ്ട്. സഭയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കയുമായി ജീവിക്കുന്ന ഒരു വിശ്വാസ സമൂഹമാണ് നമ്മുടേത്. പ്രത്യേകിച്ച് നമ്മുടെ യാക്കോബായ സഭ. വലിയ പ്രതിസന്ധികൾ നമ്മുടെ സഭയ്ക്കുണ്ട്. മറിയത്തെ പോലെ നമ്മൾ എപ്പോഴും വിചാരിക്കുന്നുണ്ട്, ആര് കല്ല് മാറ്റിത്തരും എന്ന്. കല്ലുകൾ ഉരുട്ടി മാറ്റുക തന്നെ ചെയ്യും. കല്ലുകൾക്ക് മറയ്ക്കാനാവാത്ത യാഥാർത്ഥ്യം സത്യവും. ആ സത്യത്തിൽ ക്രിസ്തുവാണ് ഈ സഭയെ നയിക്കുന്നത്. ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിലാണ് സഭ പണിയപ്പെട്ടിട്ടുള്ളതെന്ന് വിചാരം ഉണ്ടാകും. സഭയുടെ മേൽ അടച്ചു വച്ചിരിക്കുന്ന കയ്യാഫാസിൻ്റെയും ഹന്നാൻ്റെയും കല്ലുകൾ മാറ്റാൻ മാലാഖ വരും എന്ന് വിശ്വസിക്കണം. തീർച്ചയായിട്ടും ആ പ്രത്യാശ തന്നെയാണ് ഈ ഈസ്റ്ററിനും നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ കല്ലുരുട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ മാലാഖ വരും എന്ന് വിശ്വസിക്കുന്ന ദിനമാണ് ഈസ്റ്റർ. എല്ലാവർക്കും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അതിനേക്കാൾ ഉപരിയായി ഊഷ്മളതയുടെയും എല്ലാം ഈസ്റ്റർ ആശംസകൾ നേരുന്നു. നമുക്ക് കുറച്ച് പ്രതിസന്ധികളുണ്ടായി. എന്നാലും വീടുകളിലിരുന്ന് ഈ ദിവസം ഈ ആരാധന കാണുന്നവരും പ്രാർത്ഥിക്കുന്നവരും ദൈവം അത്ഭുതകരമായി നടത്തട്ടെ. ഈ പ്രതിസന്ധികൾ അതിജീവിക്കുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ. എത്രയും വേഗം ഈ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ നേടാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുകയും ഈ ദിനങ്ങൾ നിങ്ങളോടൊപ്പം ഏതാണ്ട് ഒരാഴ്ചക്കാലം നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ദൈവം തന്ന മഹാഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഈ ഇടവക സഭയിൽ ഏറ്റവും ആദരവോടെയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും വലിയ നേതൃത്വം നൽകുന്നവർക്ക് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ വീടുകളിലായിരിക്കുന്ന എല്ലാവരും സുരക്ഷിതരായും സന്തോഷത്തോടെയും ആയിരിക്കുവാൻ ദൈവം ഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാൻ തൻ്റെ അദൃശ്യമായ വരദക്കം നീട്ടി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾക്കുള്ള സ്ഥലത്തെയും വാഴ്ത്തി
അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. O Mariame no gano no wanu subera bodu varudaisu O Mariame no nu homo vakhiyam tauhaid kulnashumu